അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ നിന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ നിന്നുള്ള ഓൺലൈൻ ക്യാമ്പയിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ പരിപാടി നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ വിവിധ പ്രദേശങ്ങളിലായിട്ട് നടത്തി പോന്നിരുന്നൊരു പ്രോഗ്രാമാണ്. ഈ പ്രാവശ്യം നമ്മൾ ഓൺലൈനായിട്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ COVID-19 പശ്ചാത്തലത്തിൽ നമ്മൾ ഓൺലൈനായി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആഹ്വാനപ്രകാരം നടത്തുകയാണ്. നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കാമെന്ന് ഏറ്റിട്ടുള്ള ബഹുമാനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷഹീദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ ദേശീയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി CK സുബൈർ, അഡ്വക്കേറ്റ് വൈസ് പ്രസിഡൻ്റായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, പിന്നെ വിഷയമായി അവതരിപ്പിക്കാമെന്ന് ഏറ്റിട്ടുള്ള ബഹുമാനായ സിദ്ദീഖ് ഫൈസി വാളക്കുളം, അബ്ദുൽ ഖാദർ കാസിമി തുടങ്ങിയ വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് TB മൊയ്തീൻ സാഹിബ്, ബോർഡ് പ്രസിഡന്റ് MP കൊഞ്ഞി മൊയ്തീൻ ആപ്പ സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ, മണ്ഡലം യൂത്ത് ലീഗിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് PT സലാവു, അഫ്സൽ PP തുടങ്ങിയ എല്ലാവരും നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിലെ ശ്രോതാക്കളെയും കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനായ നമ്മുടെ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷിഹാബ് മാത്തോലിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകരെ, ഈ വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന മറ്റു ശ്രോതാക്കളെ, മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി എല്ലാ റമദാനിലും സംഘടിപ്പിക്കുന്ന വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന പ്രോഗ്രാം ഈ പ്രാവശ്യം നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്രോഗ്രാമായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവാക്കൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം കൊണ്ട് തൻ്റെ ജീവിതം നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാം. നമ്മുടെ നേതാക്കളിൽ നിന്നും അതുപോലെ തന്നെ ഗുരുനാഥനിൽ നിന്നും പുതിയ അറിവുകൾ നേടുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും ഇത്തരം പരിപാടികൾ വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് തെന്നല പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സംസ്ഥാന യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തുടങ്ങിവെച്ച വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന പരമ്പര ഇന്ന് ജില്ലയിലെ പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലങ്ങളിലും അതുപോലെ ശാഖാതലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങളൊപ്പം സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു പൊതുപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നതിന് ഉദാത്തമായ ഉദാഹരണമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്
ഒരു വ്യക്തിപരമായ അവരുടെ സംസ്കരണത്തിന് മാത്രമല്ല, ഒരു വ്യക്തിയിലൂടെ ആ സമൂഹത്തിനും ആ സമൂഹത്തിലെ ആ രാജ്യത്തിലും ലോകത്തിലുടനീളം സംസ്കരണം ഉണ്ടാവണം എന്നുള്ളതാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിനെ പ്രചരിപ്പിക്കുമ്പോൾ, ദീനി പ്രബോധനം നടത്തുമ്പോഴൊക്കെ തന്നെയും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാതൃക കാണിച്ചു തന്നുകൊണ്ട്, ഒരിക്കലും കൂടുതൽ സംസാരിക്കാതെ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ മദീന എന്ന ഒരു സാമ്രാജ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കെട്ടിപ്പടുക്കാമായിരുന്നു, റോമൻ സാമ്രാജ്യം പോലെ, മറ്റുള്ള സാമ്രാജ്യങ്ങൾ പോലെ. പക്ഷേ ഒരു ഭരണാധികാരി എന്ന നിലക്ക് അധികാരം പിടിച്ചെടുക്കുക എന്നായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം. ആ അള്ളാഹു നൽകിയിട്ടുള്ള റിസാലാത്തിനെ, അത് വലിയ മൂല്യങ്ങൾ നിറഞ്ഞ ഒരു വലിയ ജീവിത വ്യവസ്ഥയാണ് പരിശുദ്ധമായ ഇസ്ലാം. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ രാഷ്ട്രീയത്തിലും, പൊതുജീവിതത്തിലും, നമ്മുടെ ജോലിസ്ഥലങ്ങളിലും, കച്ചവടത്തിലും എല്ലാം തന്നെ ഏറെ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്ലാം നമുക്ക് ഒരു വലിയ വഴികാട്ടിയായിട്ടുള്ളത്. ഖുർആൻ ലോക സമൂഹത്തിന് മുഴുവനും വഴികാട്ടിയായിക്കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ പ്രഭ പരത്തുകയും അവിടെയൊക്കെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹം വളരുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ദീനിൻ്റെ ഒരു വെളിച്ചം അവർക്ക് കിട്ടിയത് കൊണ്ടാണ്. അതാണ് ഇസ്ലാമിൻ്റെ വികാസത്തിലൂടെ വെറും ഇസ്ലാം മാത്രമല്ല, മതം മാത്രമല്ല വളർന്നത്, ഒരു സംസ്കാരം വളർന്നു, ഒരു മാതൃക വളർന്നു. മദീന ചാർട്ടർ എന്നറിയപ്പെടുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ലോകം മുഴുവനും എമ്പാടും സെക്കുലർ രാജ്യങ്ങൾ അതിനെ മാതൃകയാക്കി മാറ്റി എന്നുള്ളതും നാം ചിന്തിക്കേണ്ട ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൊതുപ്രവർത്തനം, അത് തീർച്ചയായും നമ്മുടെ ഒരു വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ല നമ്മുടെ സ്ഥാനങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്ക് സ്ഥാനം ലഭിക്കുമ്പോൾ അത് ആലങ്കാരികമാക്കി അത് ആഘോഷിക്കുന്നതിന് പകരം ഈ സ്ഥാന ലബ്ധിയിലൂടെ നമുക്ക് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അതിലൂടെ നമുക്ക് ഒരു സമൂഹത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ വേണം. അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ആത്മാർത്ഥമായ, കപടങ്ങളില്ലാത്ത, നാട്യങ്ങളില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. അതാണ് ഗുരുസന്നിധിയിലൂടെ ഒരുപാട് പണ്ഡിതന്മാർ അവർ നൽകുന്ന ആ ഉത്ബോധനത്തിലൂടെ നമുക്ക് നമ്മുടെ പൊതുപ്രവർത്തനത്തെ കൂടുതൽ പരിശുദ്ധമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നടക്കുന്ന പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന തെന്നല പഞ്ചായത്ത് നടത്തുന്ന വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം വഴി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന ശീർഷകത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ആരംഭിച്ച ക്യാമ്പയിന് തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ഒരുക്കുന്ന ഓൺലൈൻ പ്രചാരണത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഒരു മഹത്തായ സന്ദേശമാണ് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ. മുസ്ലിം ലീഗ് ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു കീഴ്വഴക്കമനുസരിച്ച് തലമുറകൾക്ക് വെളിച്ചം കൊടുക്കുകയും നേർവഴിയിൽ നടത്തുകയും ചെയ്യുക എന്നുള്ളത് ഓരോ നേതൃത്വത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അത്തരം ഒരു മഹത്തായ പാതയിലൂടെയുള്ള ഈ രാഷ്ട്രീയ മുന്നേറ്റം മലപ്പുറത്ത് ഉയർത്തുന്നത് ഒരു നല്ല മാതൃകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയം വളരെ കലുഷിതമായി നിൽക്കുകയാണ്. കോവിഡ് കാലത്തും ഈ മഹാമാരിയുടെ കാലത്തും
വിദ്വേഷ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട്, വെറുപ്പിൻ്റെയും വംശീയതയുടെയും രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഫാസിസ്റ്റ് സർക്കാർ രാജ്യത്തെ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ നെടുംതൂണുകളായിട്ടുള്ള ഭരണഘടനയും ജുഡീഷ്യറിയുമൊക്കെ അതിൻ്റെ എല്ലാ തലത്തിലും അപകടപ്പെട്ടുകൊണ്ടിരിക്കുകയും അത്തരം ഭീകരമായ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം എല്ലാ എതിർ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുവാനുള്ള രാജ്യം കണ്ടിട്ടില്ലാത്ത, ബ്രിട്ടീഷുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ കിരാതമായ, അപകടകരമായ, തുറുങ്കിലടക്കുന്ന രാഷ്ട്രീയമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ശബ്ദമുയർത്തുന്നവനെ ജയിലിലടച്ചാൽ അവൻ നിശബ്ദമാകും. ശബ്ദമുയർത്തുന്നവൻ്റെ വായടക്കാൻ ഭീകര നിയമത്തിൻ്റെയും തീവ്രവാദ നിയമത്തിൻ്റെയും എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട്, നമുക്കറിയാം സഫൂറ സർഗർ 27 വയസ്സുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനി, 3 മാസം ഗർഭിണിയാണ്. അവരെയാണ് ഇപ്പോൾ ജയിലിലടച്ചിരിക്കുന്നത്. മീരാൻ ഹൈദറിനെ ജയിലിലടച്ചിരിക്കുന്നത് ജാമ്യയുടെ സമരത്തിൻ്റെ പേരിലാണ്. ഷിഫാഉർ റഹ്മാൻ്റെ തലയിലേക്ക് UAPA ചുമത്തിയിരിക്കുന്നത് അതും ജാമ്യ സമരത്തിൻ്റെ കോർഡിനേഷന് പിന്തുണ കൊടുത്തു എന്നതിൻ്റെ പേരിലാണ്. പൗരത്വ നിഷേധവുമായി ഒരു ഗവൺമെൻറ് മുന്നോട്ട് വന്നപ്പോൾ തെരുവുകൾ പ്രക്ഷുബ്ധമാവുകയും ഷഹീൻ ബാഗുകൾ ഉയരുകയും എല്ലാ സമരങ്ങളുടെയും തുടക്കമായി ജാമ്യ സമരം മാറുകയും ജാമ്യയിലെ വിദ്യാർത്ഥികൾ തൊടുത്തുവിട്ട അസ്ത്രം അത് തറക്കേണ്ടിടത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ മുതുകിലേക്ക് അതൊരു ഭാരമായി മാറുകയും ചെയ്തപ്പോൾ അതിനെ അപകടപ്പെടുത്താൻ, അല്ലെങ്കിൽ സമരത്തെ ടോർപ്പിഡോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡൽഹി കലാപം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ ആസൂത്രണമായിരുന്നു. ഡൽഹി മൈനോറിറ്റി കമ്മീഷൻ്റെ അന്വേഷണ സംഘം അത് കണ്ടെത്തിയിട്ടുണ്ട്. ആ ആസൂത്രണത്തിന് പുറകിൽ കപിൽ മിശ്ര അടക്കമുള്ള BJPയുടെ ഉന്നത നേതാക്കന്മാരുണ്ട്. പക്ഷേ സഫൂറ സർഗറിനെയും മീരാൻ ഹൈദറിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് ശേഷം അവരുടെ തലയിലേക്ക് ഡൽഹി കലാപം അവരുടെ തലയിൽ ഉത്തരവാദിത്തപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ UAPA ചുമത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഡൽഹി രാഷ്ട്രീയത്തെ ഫാസിസ്റ്റ് RSS അധികാര ശക്തികൾ ഭരണഘടനാ വിരുദ്ധമായ ചാനലിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ സാന്നിധ്യത്തെ ഇല്ലാതാക്കുവാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ സംഘങ്ങൾ ഉയരേണ്ടതുണ്ട് എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടേണ്ടത്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് ജനാധിപത്യ വേദികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുവാനാണ്. ജനാധിപത്യ വേദികൾ ഉപയോഗിക്കുന്നതിൽ മതേതര ശക്തികൾ, അതുപോലെ തന്നെ മതേതരത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി കൂട്ടങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ട് ബീഹാറിൽ ഇലക്ഷൻ വരികയാണ്, ബംഗാൾ ഇലക്ഷൻ വരികയാണ്, കേരളമടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ആ തെരഞ്ഞെടുപ്പുകളിലൂടെ നമുക്ക് വേണം നമ്മുടെ സമരത്തിൻ്റെ തീക്ഷ്ണമായ പ്രതിരോധങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ. ഞാൻ പ്രതീക്ഷയിലാണ്. ഇന്ത്യ രാജ്യത്തെ അപകടപ്പെടുത്താൻ ഒരു ഫാസിസ്റ്റ് ശക്തിക്കും കഴിയില്ല. അത്രയും ശക്തമായ ഒരു ഭരണഘടനയുടെ സാന്നിധ്യം നമുക്കുണ്ട്. ആ ഭരണഘടനയുടെ സാന്നിധ്യം, ആ ഭരണഘടന നമ്മുടെ വിജയത്തിന് ഏറ്റവും നിദാനമായ അടിസ്ഥാന ഘടകമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകും. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രൊട്ടസ്റ്റ്, നാഷണൽ പ്രൊട്ടസ്റ്റ് ഡേ, അത് ദേശീയ തലത്തിൽ തന്നെ വലിയൊരു പിന്തുണയാണ് അതിന് ലഭിച്ചിട്ടുള്ളത്. എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആ വീടിൻ്റെ അകത്ത് നിന്ന് ഉമ്മമാരും പെങ്ങന്മാരും കുട്ടികളടക്കം പ്രതിരോധത്തിൽ വന്നിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകൾക്ക് നമുക്ക് ഹരിത പതാകയുടെ സാന്നിധ്യം മറ്റു സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അത്തരമുള്ള കൂട്ടായ്മക്കൊക്കെ അടിസ്ഥാനപരമായി പിൻബലം കൊടുക്കുന്നത് കേരളമാണ്. കേരളത്തിൻ്റെ മാതൃകകളാണ്. കേരളത്തിൻ്റെ ശാക്തീകരണ മാതൃക ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം സാധ്യമായ വഴികളുടെ മുന്നേറ്റം നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും. ആരോഗ്യമാണോ വലുത്, സ്വകാര്യതയാണോ വലുത്? ഭരണകൂടം പൗരന്മാരോട് ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ്. ഒരു ചോദ്യം എന്ന നാട്യത്തിലാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആരോഗ്യമാണോ വലുത്, സ്വകാര്യതയാണോ വലുത്? കോവിഡ് കാലത്ത് ഭരണകൂടത്തിൻ്റെ ഈ ചോദ്യത്തെ മുസ്ലിം യൂത്ത് ലീഗിനെ പോലുള്ളൊരു യുവജന പ്രസ്ഥാനം രാഷ്ട്രീയമായി വായിക്കും. രാഷ്ട്രീയം പറയരുത് എന്നല്ല നിങ്ങൾ പറയുന്നത്, ഞങ്ങൾ രാഷ്ട്രീയം പറയും. ശ്വാസനിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം പറയും എന്നത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആരോഗ്യമാണോ വലുത്, സ്വകാര്യതയാണോ വലുത്? പൗരന്മാരുടെ ഡാറ്റകൾ ചോർത്തിയെടുത്ത് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ചോർത്തിക്കൊടുക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരായി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മാറുന്ന വിചിത്രമായ കാഴ്ച ഈ കോവിഡ് കാലത്തിൻ്റെ ഏറ്റവും വലിയ കോമഡിയാണ്. അവർ നമ്മളോട് ചോദിക്കുന്നു, ആരോഗ്യമാണോ വലുത്, സ്വകാര്യതയാണോ വലുത്? ഈ ചോദ്യം ഒന്നല്ല കൂട്ടരെ, ഈ ചോദ്യം രണ്ടാണ്. ആരോഗ്യം വലുതാണ്, സ്വകാര്യതയും വലുതാണ്. ആരോഗ്യം എന്ന ആശങ്കയെ മുൻനിർത്തി പൗരൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു രാഷ്ട്രീയത്തിനെതിരെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ജനങ്ങളെ ജാഗ്രതയെ ഉപദേശിക്കുകയാണ്. പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന നമ്മുടെ ഡാറ്റയുണ്ട്. എൻ്റെ പേര് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന ഡാറ്റയാണ്. എൻ്റെ മേൽവിലാസം പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന ഡാറ്റയാണ്. പക്ഷേ എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ എനിക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ചുള്ള വിവരം എൻ്റെ കോൺഫിഡൻഷ്യൽ ഡാറ്റയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ പരമ്പരാഗത രോഗത്തെക്കുറിച്ചുള്ള വിവരം എൻ്റെ കോൺഫിഡൻഷ്യൽ ഡാറ്റയാണ്. കോൺഫിഡൻഷ്യൽ ഡാറ്റ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഇരച്ചുകയറ്റമാണ്. അതുകൊണ്ട് ആരോഗ്യത്തെ മുൻനിർത്തി മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു രാഷ്ട്രീയം കോവിഡ് കാലത്തെ ഏറ്റവും വലിയ ആലോചനയാണ്, ഗൂഢാലോചനയാണ്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ വ്രതമാസകാലത്ത് ആചരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന വെളിച്ചം അറിവിൻ്റെ വെളിച്ചമാണ്, അവബോധത്തിൻ്റെ വെളിച്ചമാണ്, ഉൾക്കാഴ്ചയുടെ വെളിച്ചമാണ്. അറിവ് എന്ന് പറയുന്നത് ആയുധമാണ്, അധികാരമാണ്. അറിവും അധികാരവും തമ്മിലുള്ള ബന്ധം ഏതു കാലത്തും നമുക്ക് കൃത്യമായി ബോധ്യമുള്ള വസ്തുതയാണ്. അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ക്യാമ്പയിന്, തെന്നല പഞ്ചായത്ത് യൂത്ത് ലീഗ് നടത്തുന്ന ഈ ക്യാമ്പയിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം നല്ല മഴ പെയ്യുന്ന, നല്ല ഇടിവെട്ടുന്ന, പ്രകൃതിയൊക്കെ കാലം തെറ്റി പെയ്യുന്ന, കാലം തെറ്റി ഒഴുകുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയം അതിൻ്റെ പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഫൂറ സർഗർ തിഹാർ ജയിലിൻ്റെ ഏകാന്ത തടവറയിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട മീരാൻ ഹൈദർ തടവറയിലാണ്. ഡോക്ടർ കഫീൽ ഖാനെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു. പാർട്ടി, മുസ്ലിം യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് ഈ കേസുകൾ ഏറ്റെടുക്കാൻ പോകുന്ന സവിശേഷമായ സന്ദർഭമാണ്. നിങ്ങളുടെ വെറും ആഗ്രഹം മാത്രമാണ് തെരുവിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളെ പോരാളികൾ അറസ്റ്റ് ചെയ്ത് വേട്ടയാടാമെന്നുള്ളത്. നമ്മളുണ്ടാകും. കോവിഡാനന്തരം ജാഗ്രതയുടെ ഒരു പുതിയ രാഷ്ട്രീയവുമായി ഈ തെരുവിലുണ്ടാകും. നമുക്ക് ഉറച്ച ചുവടുവെപ്പോടെ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ തോൽക്കില്ല എന്നതാണ്. നമ്മൾ തോൽക്കില്ല, ഞങ്ങൾ തോൽക്കില്ല, നിങ്ങൾ തോൽക്കില്ല, തോൽക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വെളിച്ചം തേടി ഗുരു സന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ അവസാന 10ലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ വിശുദ്ധമായ റമളാനിലെ ഏറ്റവും പവിത്രവും ശ്രേഷ്ഠതയുമുള്ളതുമായ ദിനങ്ങൾ എന്ന് പറയുന്നത് അവസാനത്തെ 10ലെ ദിനങ്ങളാണ്. ഇബാദത്തുകളെ കൊണ്ട് ജീവിതം ധന്യമാക്കേണ്ട പകലും രാത്രിയുമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസം വിശുദ്ധമായ റമളാനിലാണ് എന്നുള്ളതാണ്. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് മത അനുയായികളുണ്ട്,
ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. ഈ മതഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം പരിശുദ്ധമായ ഖുർആനാണ്. ഈ പാരായണം ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു അക്ഷരം പാരായണം ചെയ്താൽ അതിന് പുണ്യമുണ്ടെന്നും ഒരായത്ത് പാരായണം ചെയ്താൽ അതിനേറെ പുണ്യമുണ്ടെന്നും പഠിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അങ്ങനെ പാരായണം ചെയ്യപ്പെട്ടാൽ ഗുണം കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ചരിത്ര പ്രസിദ്ധമായ ജബലുൻ നൂർ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഇറാ ഗുഹയിൽ പോയിരിക്കുക പതിവായിരുന്നു. ഒരു ദിവസം അവിടെ പോയിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് വന്നുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഖ്റ എന്ന് പറഞ്ഞത്. വായിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിയിൻ, എനിക്ക് ഓത്തറിയില്ല. 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ച അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അണഞ്ഞുകൂട്ടി പിടിക്കുകയും ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ ആദ്യ അവതീർണമായ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാന കർമ്മങ്ങളായ ഹജ്ജിനെ കുറിച്ചല്ല ആദ്യമായിട്ട് പറഞ്ഞത്, സക്കാത്തിനെ കുറിച്ചുമല്ല, നിസ്കാരത്തെ കുറിച്ചുമല്ല, നോമ്പിനെ കുറിച്ചുമല്ല പറഞ്ഞത്. ആദ്യമായിട്ട് ഖുർആൻ അവതീർണമായത് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ വേണമെങ്കിൽ ഹജ്ജിനെ കുറിച്ച് പറയാമായിരുന്നു, സക്കാത്തിനെ കുറിച്ച് പറയാമായിരുന്നു, നിസ്കാരത്തെ കുറിച്ച് പറയാമായിരുന്നു, നോമ്പിനെ കുറിച്ച് പറയാമായിരുന്നു. പക്ഷെ അതൊന്നും പറയാതെ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവതീർണമായെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എഴുത്തിനും വായനയ്ക്കും നൽകുന്ന വലിയ പ്രാധാന്യമാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ലോകത്ത് വിജ്ഞാനം കരസ്ഥമാക്കിയാൽ മാത്രമേ വെളിച്ചമുണ്ടാകൂ. വെളിച്ചമുണ്ടായാൽ മാത്രമേ ശാന്തി ഉണ്ടാകൂ. ശാന്തി ഉണ്ടായാൽ മാത്രമേ സമാധാനമുണ്ടാകൂ. സമാധാനമുണ്ടായാൽ മാത്രമേ മനുഷ്യന്മാർക്ക് സ്വസ്ഥമായി ലോകത്ത് ജീവിക്കാൻ കഴിയൂ. വിദ്യാഭ്യാസമില്ലെങ്കിൽ, വൈജ്ഞാനിക രംഗത്ത് വിപ്ലവം ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും ആ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. ഇതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവതീർണമായത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥമായ ഖുർആൻ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് അവതീർണമാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. ഇഖ്റ എന്ന പദത്തിന്റെ അർത്ഥം മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എഴുതിയത് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ എഴുത്തിന് വലിയ പ്രാധാന്യം, വായനയ്ക്ക് വലിയ പ്രാധാന്യം. പരിശുദ്ധമായ ബദ്ർ യുദ്ധം നടന്നു. ഖുറൈശികൾ പരാജയപ്പെടുകയും മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട ഖുറൈശികളെ ബന്ദികളാക്കി മദീനയിൽ തടവിലാക്കപ്പെട്ട സമയത്ത് അവരെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മക്കക്കാർ മദീനയിൽ വന്ന സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ച 2 നിബന്ധനകൾ ഉണ്ടായിരുന്നു ഇവരെ വിട്ടുകൊടുക്കാൻ. ഒന്ന്, ഫിദിയ നൽകണം എന്നതായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഫിദിയ നൽകാൻ, പ്രായശ്ചിത്തം നൽകാൻ വലിയ സംഖ്യയാണ്, കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെയുള്ള ആളുകളും ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം. ഇവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ച 2ാമത്തെ നിബന്ധന എന്ന് പറയുന്നത്, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് എഴുത്തും വായനയും അറിയുന്ന ഒരാൾ 10 ആളുകൾക്ക് വീതം അത് പഠിപ്പിച്ചു കൊടുക്കുക. 10 ആളുകൾക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്താൽ 1 രൂപ പോലും വാങ്ങിക്കാതെ ഫിദിയ ഇല്ലാതെ തന്നെ ഇവരെ മക്കയിലേക്ക് വിട്ടു നൽകാം എന്ന് പരിശുദ്ധമായ ദീൻ അവിടെ പറഞ്ഞെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷരതാ പ്രവർത്തനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഈ സാക്ഷരതാ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം അന്നത്തെ കാലത്ത് പരിശുദ്ധമായ ദീൻ ഇത്രയും വലിയ പ്രാധാന്യം നൽകാനുള്ള ഒരു കാരണം ഖുർആനിലെ ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവതീർണമായ ആയത്ത് തന്നെയാണ്.
എഴുതുക, വായിക്കുക, പഠിക്കുക. ഇത് തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇതുകൊണ്ടാണ് യൂറോപ്യന്മാർ കടപ്പുറത്ത് കക്കപ്പൊരുക്കി നടന്നിരുന്ന കാലത്ത് അറബികൾ അരിസ്റ്റോട്ടലിന്റെ കൃതികൾ വായിക്കുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇതുകൊണ്ടാണ് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചു നടന്നിരുന്ന അറബികളെ ലോകത്തിന്റെ ജേതാക്കളും നേതാക്കളുമാക്കി മാറ്റാൻ സാധിച്ചത്. വൈജ്ഞാനിക രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് കഴിഞ്ഞത് വിശുദ്ധമായ ഖുർആനിലെ ഈ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ അധ്യാപനം തന്നെയാണ്. ശാസ്ത്രീയ രംഗത്തും സാങ്കേതിക മേഖലകളിലുമൊക്കെ ഒരുപാട് പുരോഗതി കൈവരിച്ച ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, 21ാം നൂറ്റാണ്ട്. എന്നാൽ ലോകത്ത് കണ്ടുപിടിക്കാൻ ഒരു മൊട്ടുസൂചി പോലും ഇല്ലാത്ത കാലത്ത് പരിശുദ്ധമായ ഖുർആൻ എന്തൊക്കെ ലോകത്തോട് പറഞ്ഞോ അത് മുഴുവനും ഓരോന്നായി ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഒരിക്കലും ശാസ്ത്രത്തിന്റെ പിന്നാലെ പോകുന്നില്ല. പക്ഷേ ഒരു സത്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ അതെല്ലാം ശാസ്ത്രത്തിന് സത്യമാണ് എന്ന് തെളിയിക്കേണ്ടി വന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടത്? ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതത്തെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സൂചന നൽകിയത്. പാരാവാരം കണക്കെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ തന്നെ 1000 റാത്തൽ ഭാരം ചുമന്നുകൊണ്ട് നടക്കാൻ കഴിയുന്ന ഏക മൃഗം ഒട്ടകമാണ്. മറ്റ് ഏത് ജീവിക്കും ജലം ആവശ്യമാണ്. ജലമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ 80% ജലാംശമാണ്. ജലാംശം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടും. എന്നാൽ മരുഭൂമിയിൽ വെള്ളം കിട്ടാൻ വളരെ പ്രയാസമാണ്. വെള്ളം കിട്ടാതെ തന്നെ 1000 റാത്തൽ ഭാരം ചുമന്നുകൊണ്ട് പാരാവാരം കണക്കെ പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ ഒട്ടകത്തിന് യാത്ര ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പ്രാധാന്യം ആധുനിക ശാസ്ത്രം ഇപ്പോഴാണ് കണ്ടെത്തിയത്. ഒട്ടകത്തിൽ കൃത്രിമ ജലാംശം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട് എന്ന്. പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ആ സത്യം ലോകത്തിന് അംഗീകരിക്കേണ്ടി വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ ഓരോ മേഖലയിലും ഓരോ കാര്യങ്ങളിലും എന്തൊക്കെ ലോകത്തോട് ഖുർആൻ പറഞ്ഞു, ആ ഖുർആൻ പറഞ്ഞത് ഓരോന്നായി ഇന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഖുർആനിലേക്ക് മടങ്ങുക. ഈ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുന്നതിലൂടെയാണ് മുസ്ലിം സമുദായത്തിന്റെ രക്ഷ സംജാതമാകുന്നത്. നമ്മൾ ഖുർആനിൽ നിന്ന് ഏതൊക്കെ സമയത്ത് അകന്നോ അന്നൊക്കെ നമുക്ക് പരാജയമുണ്ടായി. നമുക്ക് മാത്രമല്ല, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പറയുന്ന സത്യം അത് തന്നെയാണ്. ഖുർആനിൽ നിന്ന് അകന്നപ്പോൾ നമുക്കവിടെ നാശമുണ്ടായി. ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക. വിശിഷ്യായി പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ ഈ രാവുകളിലും പകലുകളിലും നമ്മൾ ഖുർആൻ പാരായണങ്ങളെ കൊണ്ട് നമ്മുടെ വീടുകളെ ധന്യമാക്കുക. പള്ളിയിൽ പോയി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്നുള്ളത്. ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളെ കൊണ്ട് മുഖരിതമാവട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും നമ്മൾ ഖുർആൻ പാരായണം കൊണ്ട് നമ്മുടെ വീടുകളെ ധന്യമാക്കാൻ വേണ്ടി പഠിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഖുർആൻ പറഞ്ഞ ആശയങ്ങളിലേക്ക് നമ്മൾ മടങ്ങുക. അക്ഷരം പ്രതി ഖുർആൻ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളൽ ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി തആല അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഈ സംഘടിപ്പിക്കുന്ന പരിപാടികളൊക്കെ അവ നന്മയിലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. വിശുദ്ധ റമളാനിൻ്റെ മഹത്തായ ദിനരാത്രങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്. ഇതിൽ ഒരു
കണ്ണിയായി പങ്കെടുക്കാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗവും വളരെയേറെ സന്തോഷകരമായ പുണ്യകരമായ കാര്യങ്ങളാണ് നാം ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും സേവനങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതിൽ സംശയമില്ല. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊക്കെ ദൈനംദിനം ചെയ്യാറുണ്ട്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ഇതൊക്കെ നന്മയായിക്കൊണ്ട് നമ്മുടെ ഏടിൽ രേഖപ്പെടുത്താൻ വേണ്ടുന്ന നല്ല നിയ്യത്ത് അതാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. സത്യത്തിൽ പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ദൈനംദിനം ചെയ്യുന്ന എല്ലാ ഈ നല്ല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതും അത് അള്ളാഹുവിൻ്റെ സ്വീകാര്യമായ ധർമ്മവുമാണ് എന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വസ്തുതയാണ്. തഅദിലു ബൈനൽ ഇസ്നൈനി സദഖ, രണ്ടാൾക്കാരെയും നീതി പാലിക്കുക എന്നത് അത് ധർമ്മമാണ്, സദഖയാണ്. തുഈനു റജുല ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹ, ഒരു മനുഷ്യനെ തൻ്റെ വാഹനപ്പുറത്ത് കയറാൻ വേണ്ടി സഹായിക്കൽ അത് സദഖയാണ്. അവനതിൽ കയറാനും ഇറങ്ങാനുമുള്ള സഹായം നൽകുക എന്നത് സദഖയാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വർത്തമാനം പറയുക എന്നത് അതൊരു ധർമ്മമാണ്. ഒബിക്കുല്ലി ഖത്വത്തിൻ തംശിഹാ ഇല സ്വലാത്തു സദഖ, നമസ്കാരത്തിന് വേണ്ടി നാം സഞ്ചരിക്കുന്ന നടക്കുന്ന ഓരോ ചവിട്ടടികളും സദഖയാണ്. തുമ്മിയത്തുൽ അദാനി ത്വരീഖ് സദഖ, വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ നീക്കുക, വഴി നന്നാക്കുക, റോഡ് നന്നാക്കുക പോലത്തെ സർവ്വ കാര്യങ്ങളും അത് ധർമ്മമാണ്. ഇങ്ങനെ ഈ ഹദീസിൽ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിപ്പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്നതിൽ സംശയമില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു സദഖയായിക്കൊണ്ട് ധർമ്മമായിക്കൊണ്ട് അംഗീകരിക്കാൻ ആവശ്യമായ മാനസികമായ തയ്യാറെടുപ്പും നിയ്യത്തുമാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യന് ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസ്ഥാനം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, ഒരു മനുഷ്യനിക്ക്, ഒരു മുഅ്മിനായ മനുഷ്യനിക്ക് ദുനിയവിയായ ഒരു വിഷമം തീർക്കുന്നതിന് വേണ്ടി ആരെങ്കിലും അതിനു വേണ്ടി പരിശ്രമിച്ചാൽ ആഖിറത്തിലുള്ള അവൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല തീർത്തു കൊടുക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു പ്രയാസപ്പെടുന്നവനക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല അവനക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്ന വലിയ ത്യാഗപൂർണമായ സ്തുത്യർഹമായ സേവനങ്ങളാണ് ഈ പ്രസ്ഥാനം അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാ, ഒരു മുസ്ലിമിൻ്റെ ന്യൂനതകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കും. അല്ലാഹു ഫീ ഔനിൽ അബ്ദ്, അള്ളാഹു തആല ഒരു അടിമയെ സഹായിക്കുന്നതിലാണ്. മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ആ അടിമ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ സഹായം അവനക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ പരിശോധിച്ചാൽ നാം ചെയ്യുന്ന മുസ്ലിം യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി പറയുന്നത് പോലെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അർറാഹിമൂന യർഹമുഹുമുല്ലാഹുർ റഹ്മാൻ, കാരുണ്യം ചെയ്യുന്നവർക്ക് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ ചെയ്യും. യർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തുള്ള അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധേനയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ടും പഠിച്ച റബ്ബിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയും ഈ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, സൂറത്തുൽ ഹജ്ജിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ഗുണം ചെയ്യുക, അതെന്തിനു വേണ്ടിയായിരിക്കണം? നിങ്ങൾ വിജയികളായി തീരുന്നതിന് വേണ്ടിയായിരിക്കണം.
ഞാൻ വിജയിക്കുന്നതിന് വേണ്ടി, എൻ്റെ വിജയത്തിന് വേണ്ടിയാണ് ഞാൻ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ അത് ഉരുത്തിരിയണം. എങ്കിൽ അത് നമുക്ക് പ്രയോജനപ്രദമായി ഭൗതിക ലോകത്തും ആഖിറ ലോകത്തും അത് ഉപകാരപ്രദമാകുമെന്നതിൽ സംശയമില്ല. ഹാദിഹിൽ ആയത്ത് ആമത്തും ഫി ജമീഅ അഫ്ആലിൽ ഖൈർ. ഈ പറഞ്ഞ ആയത്ത് എല്ലാ നല്ല കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വിഷയമാണ്. അൽ ബദനിയ വൽ മാലിയ ഗൈരി, ശാരീരികമായ സാമ്പത്തികമായ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുവോ അതെല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്ന. ഉദാഹരണമായി അതിൻ്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, കസുലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക പോരാത്ത, അപ്പോൾ മഹാരിമുൽ അഖ്ലാഖി, സ്വഭാവങ്ങളുടെ മഹത്തായ മാതൃകകൾ കാണിച്ചു കുറിച്ചു കൊടുക്കുക പോലത്തെ, ഇതെല്ലാം അത് ഉൾക്കൊള്ളുന്ന എല്ലാ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന വിഷയമാണ് ഇത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിജയം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള പൊരുത്തം, അള്ളാഹുവിൻ്റെ പ്രതിഫലം അത് കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നതാണ് ഇതിൽ പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും ഈ പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പ്രവർത്തകർ വളരെ നന്മ ചെയ്യുന്ന അത് പടച്ചവനിൽ നിന്നും നമുക്ക് പ്രതിഫലം കിട്ടാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം മുസ്ലിം സമൂഹം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ഇഖ്ലാസ് എന്ന സാധനമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത്. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖറബ മിൻ ഇലാഹിക. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആരാധന കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക, അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അതിൽ ചേരാൻ പാടില്ല. കേവല ഭൗതിക നേട്ടത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ലക്ഷ്യം വെക്കാതെ നാം ഇഖ്ലാസ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭൗതികമായ നേട്ടവും ലഭിക്കും, അതുപോലെ തന്നെ ഉഖ്റയായ നേട്ടവും ലഭിക്കും. ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ഉൾക്കൊള്ളാനും ഏറ്റെടുക്കാനും കഴിയും. അള്ളാഹു താല സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിനിക്ക് ദീനിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് ആരാധന ചെയ്യുക എന്നതെല്ലാം നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് നമ്മെ പഠിപ്പിക്കുക. അള്ളാഹുവിൻ്റെ നിസ്കാരം നിലനിർത്തിക്കൊണ്ട് മതം പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ പ്രത്യേകമായ എല്ലാവിധ പവറുകൾ, നാം ചെയ്യുന്ന സേവനങ്ങൾ അത് വലിയ സംഭവമാണ്, അത് വലിയ സംഗതിയാണ്. അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പൊതുപ്രവർത്തന രംഗത്ത് നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രധാനമായും നമുക്കുണ്ടാകേണ്ടുന്ന ചില പ്രധാനമായ ഗുണങ്ങളുണ്ട്. ഇസ്ലാമികമായി നോക്കുമ്പോൾ നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില ഗുണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്, ആളുകളുമായി ഇടപഴകുന്നവരാണ്. നാം അവരോടൊക്കെ ഇടപഴകുമ്പോൾ ഹുസ്നുൽ ഖുലുഖ് എന്ന സൽസ്വഭാവം എന്ന സംഗതി നമ്മിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയുമ്പോൾ തലാഖത്തുൽ വജ്ഹി, ബദ്ലുൽ മഅറൂഫ്, കഫുൽ അദാ, ഇത് മൂന്നും കൂടി ഉൾക്കൊള്ളുന്നതാണ്. മുഖപ്രസന്നത, അതുപോലെ നന്മ നൽകുക, പ്രയാസങ്ങളെ തടുക്കുക. നമ്മൾ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ തടുക്കുന്നതിന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നാം സഹനരംഗത്ത് ഇറങ്ങുക എന്ന ആ സൽസ്വഭാവം എന്ന വലിയ സംഗതി നമ്മളിൽ ഉണ്ടാവണം. മറ്റൊന്ന് അൽ അഫു, വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരുപാട് ആളുകളുമായി, പല സ്വഭാവക്കാരുമായി, പല ആളുകളുമായി ഇടപഴകുന്ന പൊതുസേവകരാണ് നിങ്ങളെല്ലാവരും. ഇങ്ങനെയാകുമ്പോൾ പലരും പല സ്വഭാവക്കാരായിരിക്കും. എല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിനുള്ള പ്രതിവിധി കാണാനുമുള്ള ഒരു പക്വത നമുക്കുണ്ടാവണം. വിട്ടുവീഴ്ച മനോഭാവം. ഖുദുൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅഅരിദ് അനിൽ ജാഹിലീൻ. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, നന്മ കൊണ്ട് കൽപ്പിക്കുക. വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വിവരക്കേടനുസരിച്ച് കൊണ്ട് അങ്ങോട്ട് പ്രതികരിക്കാതെ അവരെ തൊട്ട് പിന്തിരിയുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ മഹത്തായ വസ്തുത അത് നമുക്കുണ്ടാവണം. ലൈസ ശദീദു ബിസ്സുറാ, ഈ ശക്തവാൻ എന്ന് പറയുന്നത് അത് ഗുസ്തിയിൽ വിജയിക്കുന്നതല്ല. ഇന്നമ ശദീദു, ശക്തവാൻ എന്ന് പറഞ്ഞാൽ യംലികു നഫ്സുഹു ഇൻദൽ ഗളബ്, ദേഷ്യം പിടിക്കുമ്പോൾ, എന്തെങ്കിലും ദേഷ്യം പിടിക്കുന്ന സംഗതി ഉണ്ടാകുമ്പോൾ ശരീരത്തെ, മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തവാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സറിമാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങളെ കൂടുതലായി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സംഗതി എന്ത് എന്ന് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യുക, സൽസ്വഭാവിക
മനസ്സിലാവുക. ഈ വിഷയമാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ജനങ്ങളെ അധികമായി നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന സംഗതി എന്താണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞത് അൽ ഫമു വൽ ഫർജ്, നമ്മുടെ വായയും നമ്മുടെ ഗുഹ്യസ്ഥാനവുമാണ്. ഇതിനെ തെറ്റിൽ നിന്ന് സംരക്ഷിച്ചാൽ, നമ്മുടെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയാതെ വളരെ നിയന്ത്രണത്തോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നമുക്കത് നരകത്തെ തൊട്ട് മോചിപ്പിക്കപ്പെടാനുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ ക്ഷമയുടെ മാസമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ക്ഷമയുടെ മാസത്തിൽ നാം എല്ലാ നിരക്കുമുള്ള ക്ഷമ പാലിച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷമ പരിപൂർണമായി ഉൾക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ശരീരം ജീവിതത്തിൽ അടക്കം ക്ഷമ ഈമാനിന്റെ ഭാഗമാണെന്ന് പകുതിയാണ് എന്നൊക്കെ പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണെന്ന നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ക്ഷമ എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ ആരാധനയെ ക്ഷമിക്കുക, നിസ്കാരം നിലനിർത്തുക, നോമ്പ് നോൽക്കുക, അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുക പോലത്തെ എല്ലാ ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കുക എന്നതാണ് ക്ഷമയുടെ ഒരു പ്രധാനമായ ഭാഗമുള്ളത്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ സ്വല്ലു ഖംസക്കും സൂമു ശഹറക്കും വഅദ്ദു സകാത്ത അംവാലിക്കും തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, നോമ്പനുഷ്ഠിക്കണം, സകാത്ത് കൊടുത്തു കൂട്ടണം, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലു ജന്നത റബ്ബിക്കും, റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നമുക്കൊക്കെ അറിയാൻ കഴിയുന്ന വസ്തുതയാണ്. അതേപോലെ തന്നെ സബറിനല്ല അഖ്ദാറില്ല, അള്ളാഹുവിന്റെ കുദറത്ത് വരെ അള്ളാഹുവിന്റെ അള്ളാഹു കണക്കാക്കിയ കാര്യങ്ങൾ ക്ഷമിക്കുക. ഇപ്പോൾ നമുക്കറിയാം കൊറോണ പോലത്തെ മാരകമായ രോഗങ്ങളെ കൊണ്ട് സമൂഹത്തെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നാം എല്ലാവരും ലോകമൊന്നടങ്കം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടങ്ങളിലെല്ലാം വളരെയേറെ ക്ഷമ പാലിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വ്യക്തമായ തുറസും സൗകര്യവും സന്തോഷവുമൊക്കെ നമുക്ക് നൽകുമെന്നൊരു സംശയമില്ല. ഇന്നമഅൽ ഉസ്രി യുസ്റ, ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത സന്തോഷം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ സന്തോഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ഇടപെട്ട് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യാനും ഖിദ്മത്തെടുക്കാനും ആ ഖിദ്മത്ത് മുഖേന അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം കരസ്ഥമാക്കുന്ന രൂപത്തിലുള്ള നിയ്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും നമുക്കൊക്കെ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റമദാനിന്റെ പുണ്യയാത്രകൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 27 രാവൊക്കെയാണ് വരുന്നത്. വളരെയേറെ ആരാധനകൾ ഒഴുകിക്കൊണ്ട് നല്ല കാര്യങ്ങൾ നല്ല നിയ്യത്തോട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ചെയ്യുന്ന സേവനങ്ങളെല്ലാം പടച്ച റബ്ബിന് വേണ്ടി നിയ്യത്തോടു കൂടി നാം ചെയ്യണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ വെളിച്ചം തേടി ഗുരുസന്നതിയിൽ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി മുസ്ലിം യൂത്ത് ലീഗ് തെന്നല പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ അവരുടെ, ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച പ്രിയപ്പെട്ട ദേശീയ നേതാക്കളായ CK സുബൈർ, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, അതുപോലെ ഈ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ മറ്റു ഭാരവാഹികളെ, നമുക്കറിയാം പരിശുദ്ധമായ റമളാനിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ലോകം മുഴുവനും വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വിശുദ്ധ റമദാനിലെ പവിത്രമാക്കപ്പെട്ട ഈ ദിനങ്ങളിൽ ഓരോ മുസൽമാനും ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം യൂത്ത് ലീഗ് പഴയ കാലത്തൊക്കെ ഈ പരിശുദ്ധ റമദാനിൽ റിലീഫും അതുപോലെ റമദാൻ 17-നൊക്കെ റോഡുകൾ, അത് പൊതുവഴികൾ ഒക്കെ വൃത്തിയാക്കുക എന്ന പരിപാടിയായിരുന്നു മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഏകദേശം മുസ്ലിം ഭാഷ സമര സമയത്ത് അന്ന് ഞാൻ ഈ പഞ്ചായത്തിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ റമദാൻ മലപ്പുറത്ത് നമുക്കറിയാം 3 നമ്മളെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ
ഭാഷാ സമരത്തിൽ നമ്മോട് വിട്ടുപിരിഞ്ഞു. നമുക്കറിയാം എല്ലാ വർഷവും അവരുടെ കവറിങ്ങൾ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പ്രവർത്തകരൊക്കെ സിയാറത്ത് ചെയ്യലുണ്ട്. ഈ വർഷവും അത് നടന്നു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുവാനുള്ളത് അവരുടെ പരലോക ജീവിതത്തിന് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. മറ്റൊരു കാര്യം, ഈ മാസത്തിൻ്റെ പവിത്രതയാണ്. മാസത്തിൻ്റെ പവിത്രത എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പ്രത്യേക ഊന്നൽ കൊടുക്കേണ്ടത് ഈവൻ കാരുണ്യ പ്രവർത്തനത്തിനാണ്. നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ഭാരവാഹികളൊക്കെ ഈ സമയത്ത് ഈ COVID-19 എന്ന ഈ സമയത്ത് എല്ലാ പ്രവർത്തനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അത് തന്നെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ പഞ്ചായത്തിലെ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളോടും പ്രവർത്തകരോടും അപേക്ഷിക്കുവാനുള്ളത്. മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റു സംഘടനകളിൽ വ്യത്യസ്തമായ പ്രവർത്തനവും ശൈലിയുമാണ് നമ്മുടേത്. മറ്റ് ഏത് യൂത്ത് സംഘടന നോക്കിയാലും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നമുക്കൊരു പരിമിതിയുണ്ട് പ്രവർത്തിക്കുവാൻ. നമുക്ക് നാളേക്കും ഉള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മിക്കാനുള്ളത്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ നേതാക്കളൊക്കെ കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിഫലിച്ചു കഴിഞ്ഞു. എന്നാലും എല്ലാവിധ ഈ വെങ്ങര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾക്കും ഈ പരിപാടിക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ നിന്ന് നാമകരണം ചെയ്തുകൊണ്ട് മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കഴിഞ്ഞ 4 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ പുതിയ ഒരു പരിപാടിയായ ഈ പരിപാടി ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം, ഈ COVID-19 പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണിലാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തും നമ്മുടെ ജില്ലയിലെ മത ഭൗതിക രംഗത്തുള്ള പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരുടെ സന്നിധിയിൽ പോയിക്കൊണ്ട് തന്നെ അവരുമായി സംവദിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വർത്തമാനകാലത്തെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത് പകർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന ഈ പരിപാടി. ഞാൻ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സമൂഹത്തിന് ജീർണത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാന കാലത്ത് വളരെയേറെ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഈ പരിപാടിക്കുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏറ്റവും ബഹുമാനരായ ഗുരുനാഥന്മാരുടെ തിരുസന്നിധിയിൽ ചെന്നുകൊണ്ട് അവരിൽ നിന്നും കിട്ടുന്ന വളരെ ഉപകാരപ്രദമായ അറിവുകളെ അത് പകർത്തിക്കൊണ്ട് അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഉദ്ദേശിച്ചുള്ളതെന്ന് തന്നെ വളരെ മഹത്തരമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് വർത്തമാനകാലത്ത് വളരെയേറെ പ്രസക്തിയുണ്ട്. തുടർന്നും ഈ പരിപാടി വരുന്ന വർഷങ്ങളിലും നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ ജീർണതയിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് നല്ല പൗരന്മാരായി നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു പരിപാടിയായി മാറട്ടെ ഈ പരിപാടി എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇത് നമുക്കറിയാം, ജില്ലാതലത്തിൽ കഴിഞ്ഞു, പിന്നെ മണ്ഡലം തലത്തിൽ കഴിഞ്ഞു, അതിനുശേഷം ഇത് തെന്നല പഞ്ചായത്ത് തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെയേറെ ഗുരുനാഥന്മാർ, അത് മത ഭൗതിക രംഗത്ത് വളരെയേറെ മികച്ചു നിൽക്കുന്ന ഗുരുനാഥന്മാരുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ തെന്നല പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തിന് ഒതുങ്ങുന്ന വിധത്തിൽ ഓരോ ഗുരുനാഥന്മാരുടെ സന്നിധിയിൽ പോയിക്കൊണ്ട് അവരിൽ നിന്നും ലഭിക്കുന്ന അറിവിൻ്റെ മണിമുത്തുകൾ
അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഈ പ്രവർത്തനം. അതിന് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ എല്ലാവരും കർമ്മരംഗത്തിറങ്ങുമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുണ്യ റമളാൻ നമ്മളോട് വിട പറയാൻ പോവുകയാണ്. ഈ സമയത്ത് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന പരിപാടിയുടെ തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരി ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ ജില്ലയിലുമൊക്കെ ഇന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് നൂതനമായ മാർഗങ്ങളിലൂടെയാണ് നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രയാസ സമയത്തും പ്രതിസന്ധി സമയത്തും അത് തരണം ചെയ്യുന്നതിന് വേണ്ടി മുന്നേ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം ലീഗുകാരും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഈ പ്രതിസന്ധി സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ മഹാമാരിയെ ഈ രാജ്യത്തു നിന്നും ഈ നാട്ടിൽ നിന്നും തുരത്തുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഭക്ഷണമായാലും വസ്ത്രമായാലും ഷെൽട്ടറായാലും അതിനപ്പുറത്തേക്ക് പുറത്തുനിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അവനിക്ക് ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയം മർച്ചൻ്റ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗം ഗീബൽസിയൻ സിദ്ധാന്തം പോലെ വേട്ടയാടുന്ന ഒരവസ്ഥയാണുള്ളത്. എനിക്ക് സൂചിപ്പിക്കാറുള്ളത്, നമുക്കറിയാം, ആൽഫ്രഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ദിവസം പത്രം എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ആ പത്രത്തിൽ കാണാൻ സാധിച്ചത്, ചരമകോളത്തിൽ കാണാൻ സാധിച്ചത്, മരണത്തിൻ്റെ വ്യാപാരിയായിട്ടുള്ള മർച്ചൻ്റ് ഓഫ് ഡെത്ത് ആയിട്ടുള്ള മരണത്തിൻ്റെ വിപണനം നടത്തുന്ന ആൽഫ്രഡ് മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. മരിക്കാത്ത ആൽഫ്രഡ് ഈ വാർത്ത കാണുകയും ഉടനെ അദ്ദേഹം അത് ഞെട്ടിത്തെരിക്കുകയും ചെയ്തു. മരണത്തിൻ്റെ വ്യാപാരിയായ ആൽഫ്രഡ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഈ ലോകം അറിയപ്പെടുന്നത്, ഈ ലോകം എന്നെക്കുറിച്ച് പറയുന്നത് മരണത്തിൻ്റെ വ്യാപാരിയായിട്ടാവും, അതില്ലെങ്കിൽ മരണത്തിൻ്റെ കച്ചവടക്കാരനായിട്ടാവും. അതുകൊണ്ട് ഈ വാർത്ത കണ്ട ഉടനെ അദ്ദേഹം സാധാരണഗതിയിൽ മരിക്കാത്ത ആൽഫ്രഡ് മരിച്ചു എന്ന് പറയുമ്പോൾ ആ പത്രക്കാർക്കെതിരെ പരാതി കൊടുക്കാനും മാനനഷ്ടം വാങ്ങാനും ഒക്കെയാണ് സാധാരണ ശ്രദ്ധിക്കാർ. അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇത്തരത്തിലാണെങ്കിൽ ആൽഫ്രഡ് ചെയ്ത തെറ്റ് എന്തെന്നാൽ ഡൈനാമെറ്റൽ എന്ന് പറയുന്ന ഒരു വസ്തു, ഡൈനാമെറ്റൽ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബോംബ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡൈനാമെറ്റൽ എന്ന് പറയുന്നത്. ഈ ഡൈനാമെറ്റൽ കണ്ടുപിടിച്ചത് ആൽഫ്രഡാണ്. അതുകൊണ്ട് ഈ ഡൈനാമെറ്റൽ എന്ന് പറയുന്ന വസ്തു മനുഷ്യരാശിക്ക് ഗുണം ചെയ്യാത്തതാണ്, മനുഷ്യനെ ഉന്മൂലനം ചെയ്യുന്നതാണ്, മനുഷ്യനെ കൊന്നൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഡൈനാമെറ്റൽ കണ്ടുപിടിച്ച പിൽക്കാലത്ത് അറിയപ്പെടുന്നത് മരണത്തിൻ്റെ വ്യാപാരിയായിട്ടായിരിക്കും.
അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഇന്നു മുതൽ മനുഷ്യരാശിക്കും മനുഷ്യഗുണത്തിനും ഗുണം ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് ഞാൻ നീങ്ങേണ്ടതുണ്ട്, നല്ല രീതിയിലേക്ക് ഞാൻ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ മാറ്റിമറിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുകയും മനുഷ്യഗുണത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് പിൽക്കാലത്ത് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനത്തിന് അർഹനാകുകയും അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത് സമാധാന പ്രേമിയായിട്ടുള്ള ആൽഫ്രഡ് നോബലായിട്ടാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഇന്ന് മരണത്തിൻ്റെ വ്യാപാരിയായിക്കൊണ്ട് അല്ലെങ്കിൽ മരണത്തിൻ്റെ കച്ചവടമാർ ആയിക്കൊണ്ട് ഒരു കുറച്ച് ആളുകളെ കുറിച്ച് ഇന്ന് പറയപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 948 കേരള പിറവിക്ക് മുമ്പ് തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായി രാഷ്ട്രീയ കൊലപാതകത്തിന് ഇരയായിട്ടുള്ളത്. 948 രാഷ്ട്രീയ കൊലപാതകം കേരള പിറവിക്ക് മുമ്പേ നടന്നത്. കേരളത്തിലെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ 948 മുതൽ 2020 വരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ 269 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 269 രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്തുള്ളത് 105 രാഷ്ട്രീയ കൊലപാതകത്തിലും പ്രതിസ്ഥാനത്തുള്ളത് CPM-ഉം അവരുടെ സഖ്യകക്ഷികളുമാണ്. CPM ആണ്, DYFI ആണ്, SFI ആണ്. ബാക്കിയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ BJP-ക്കാരും മറ്റു പാർട്ടിക്കാരുമാണ്. കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അത് CPM മാത്രമാണ്. അപ്പൊ ഇത്രയും രാഷ്ട്രീയ കൊലപാതകം നടത്തുന്ന CPM ആണ് യഥാർത്ഥത്തിൽ മർച്ചന്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ വ്യാപാരി എന്നാണ് തിരിച്ച് നമുക്ക് പറയപ്പെടേണ്ടതുണ്ട്. കാരണം ഓരോ ചരിത്രം എടുത്ത് പരിശോധിക്കുക. അവസാനമായി സാലറി ചാലഞ്ച് വന്നപ്പോൾ ഒരു അധ്യാപകൻ അതിന്റെ ഓർഡർ കത്തിച്ചപ്പോൾ ആ അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ച CPM-കാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ജയശങ്കർ മാഷ് ജയകൃഷ്ണൻ മാഷ് എന്ന് പറയുന്ന കണ്ണൂരിലുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം BHP-കാരനാവാം, BJP-കാരനാവാം, പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് CPM-ന്റെ ഗുണ്ടകൾ കയറി ഒരുപാട് വെട്ടുകൾ വെട്ടി അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും, സാലറി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കുഞ്ഞനന്ദനായാലും അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനായാലും ഷുഹൈബായാലും ഷുക്കൂറായാലും അത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് CPM ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാലഘട്ടത്തിൽ പോലും രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്ന സമയത്ത് പോലും രാഷ്ട്രീയം വെച്ച് കളിക്കുന്ന ഇത്തരത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഈ ഒരു വേദികൾ, ഈ ഒരു സദസ്സുകൾ ഇപ്പോൾ വെളിച്ചം തേട് ഗുരുസന്നിധിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെളിച്ചം തേട് ഗുരുസന്നിധിയിലെ തെന്നല പഞ്ചായത്തിന്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ആനുകാലികം പറഞ്ഞു എന്ന് മാത്രം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനാണ് വലുത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി, ജീവന് വേണ്ടി കഴിയുന്ന മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തുന്നത് ആരായാലും അത് അംഗീകരിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഞാൻ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ആരാധനാലയങ്ങളിൽ പോയി, പള്ളികളിൽ പോയി ഇത്തികാഫിരുന്ന് സമയം ചെലവഴിക്കാൻ ഈ സമയത്ത് പോലും പള്ളികൾ തുറക്കണമെന്ന് ഒരു മതപണ്ഡിതന്മാരും വാശി പിടിക്കുന്നില്ല. അവരൊക്കെ ഈ മഹാമാരിയെ എങ്ങനെയെങ്കിലും ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് സർക്കാർ പള്ളികൾക്ക്, ആരാധനാലയങ്ങൾക്കപ്പുറത്തേക്ക് ബീവറേജുകളും ബാറുകളും തുറന്നുകൊണ്ട് കുടിയന്മാർക്ക് സുഭിക്ഷമായി സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ സമയത്ത് ചില ഇരട്ടത്താപ്പുകളാണ് നമുക്ക് പ്രയാസമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മഹാമാരിയെ ഒറ്റക്കെട്ടായി നേരിട്ട് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പുണ്യമാസത്തിൽ, പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയപ്പെടുന്ന ഈ റംളാൻ മാസത്തിൻ്റെ ഈ പവിത്രമായ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചുള്ള ഈ സമയത്ത് ഇത്തരത്തിലേക്ക് വെളിച്ചം തേടി ഗുരുസന്നിധി എന്നുള്ള പരിപാടിയുമായി മുന്നോട്ട് വന്നു പോയ തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗ് തെന്നല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ സംബന്ധിക്കുന്നത്.
മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 വർഷമായിട്ട് നടന്നു വരുന്ന പ്രോഗ്രാമാണ് വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 3 വർഷമായിട്ട് ഈ പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കൊറോണ കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും വന്നിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് മുന്നേയൊക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ പ്രയാസം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒട്ടുമിക്ക നേതാക്കന്മാരൊക്കെ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കേരളീയ സംസ്കാരത്തിൽ നമ്മൾ ഈ ഉലമ ബന്ധങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്, പ്രത്യേകിച്ചും നമ്മളുള്ളത് പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പവിത്രമാക്കപ്പെട്ടിട്ടുള്ള കാലങ്ങളിലൂടെ ദിവസങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സൽപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന് 70 ഇരട്ടിയും അതിലപ്പുറവും അതിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്ന പവിത്രപരമായിട്ടുള്ള, പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന വേളകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ അവസരങ്ങൾ, ഈ ദിവസങ്ങൾ, ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് നല്ല ദിനങ്ങളായിട്ട് പ്രാർത്ഥനകളിലൂടെ ആത്മസംസ്കരണത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന് പറയുന്ന പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്നുള്ള മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി 3 വർഷമായിട്ട് നടത്തി വരാറുള്ള ഒരു പദ്ധതിയാണ്. എന്നാൽ വളരെ വിപുലമായിട്ട് തന്നെ ഗുരുക്കന്മാരെ തേടി ഗുരുസന്നിധിയിൽ അങ്ങോട്ട് പോയി അവർ നൽകുന്ന അറിവ് ജീവിതത്തിൽ പകർത്തി വലിയ നോമ്പുതുറയോടുകൂടി വളരെ വിപുലമായിട്ട് തന്നെ നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്നുള്ളത്. എന്നാൽ നമുക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം COVID-19 പശ്ചാത്തലത്തിൽ ഇന്ന് ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോയി അറിവ് നേടാനുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമായ സോഷ്യൽ മീഡിയ വഴി ഉപയോഗപ്പെടുത്തി, വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, അറിവ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇസ്ലാമിൽ തന്നെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. നിങ്ങൾ ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കുക എന്നുള്ള പ്രവാചകന്റെ ആ ഒരു വചനം നമുക്കിതുപോലെയുള്ള പരിപാടികൾക്ക് പ്രചോദനം നൽകുന്ന കാര്യമാണ്. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തെന്നല പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയാണ്. ഈ വെളിച്ചം തേടി എന്നുള്ള ഗുരുസന്നിധിയിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നടത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഷിഹാബ് മാതോളി, ജനറൽ സെക്രട്ടറി നൂറുദ്ദീൻ മച്ചിങ്ങൽ, അതോടൊപ്പം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരെ, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ റംലാൻ ക്യാമ്പയിൻ വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന ഈ ക്യാമ്പയിൻ്റെ തെന്നല പഞ്ചായത്ത് തല പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കന്മാർക്ക് നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഈ പരിപാടിക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് പ്രധാന തിരക്കുകൾക്കിടയിലും നമുക്കൊപ്പം കുറഞ്ഞ സമയം പങ്കുചേർന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങൾ, അതോടൊപ്പം മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി CK സുബൈർ സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, അതോടൊപ്പം തെന്നല പഞ്ചായത്തിലെ വിവിധ മേഖലയിലെ പ്രഗത്ഭരായ CK സിദ്ദീഖ് വൈസി വാളക്കുളം,
അബ്ദുൽ ഖാദർ കാസിമി, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ടി വി മൊയ്തീൻ സാഹിബ്, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷെരീഫ് അടക്കയിൽ, പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ നാപ്പ സാഹിബ്, മണ്ഡലം യൂത്ത് ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് സീനിയർ വൈസ് പ്രസിഡന്റ് PT സലാഹു, PP അഫ്സൽ, അതോടൊപ്പം ഈ ഓൺലൈൻ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച MK അമീൻ, PK സൽമാൻ, ഇതിന് പിന്തുണ തന്ന വിവിധ പ്രവർത്തകർ, പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ, ഇതിൻ്റെ കോർഡിനേറ്ററായ ദാരിമി, നസൽ സ്റ്റുഡിയോ തന്നല എന്നിവർക്ക്, ഇതിൻ്റെ പ്രവർത്തകർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.